വിശുദ്ധ റമസാൻ മാസത്തിൽ UDFൻ്റെ പൊന്നാനി നഗരസഭയിലെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരു ഇഫ്താർ വിരുന്നും സ്നേഹ സംഗമവുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. നഗരസഭയിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ നഗരസഭയിലെ പ്രധാനപ്പെട്ട ജീവനക്കാർ, അതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ, പാർട്ടി പ്രതിനിധികൾ, ഇവരൊക്കെ ചേർത്ത് ഒരു ഇഫ്താർ വിരുന്നാണ് ഇന്ന് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഞങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ കുറച്ചുകൂടി വിപുലമായാണ് സംഘടിപ്പിച്ചത്. സാഹോദര്യത്തിൻ്റെ ഒരു നല്ല പ്രതീകമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ഇഫ്താർ സംഗമങ്ങൾ മാറുന്നുണ്ട്. പൊന്നാനിയിലും ഇതിപ്പോൾ ഒരു UDF അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം എന്നതിനപ്പുറത്തേക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ ഇഫ്താർ സംഗമങ്ങൾ വരാൻ പോവുക. പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. അപ്പോൾ ഇതൊക്കെ തന്നെ മാനവ മൈത്രിയുടെ സൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ള ഇടങ്ങളായിട്ട് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ഇഫ്താർ അതിൻ്റെ പ്ലസ് പോയിൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വിശ്വാസികൾ മാറുന്നു എന്നുള്ളതും ഒരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു സംഗമമായിട്ടാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ നാളെ എനിക്കത് സൂചിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടുകൂടി ഞാനത് സൂചിപ്പിക്കുകയാണ്. പൊന്നാനിലെ ബഹുമാനപ്പെട്ട ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായി ഈ പ്രദേശത്തിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഈ നാട് വികസിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ, നിങ്ങളെടുക്കുന്ന നയങ്ങളിൽ, നിങ്ങൾ എടുക്കുന്ന നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പൊന്നാനി എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശം ഒരുപക്ഷെ നമ്മുടെ മറ്റ് ചില കാരണങ്ങളാൽ സമീപത്തുള്ള നഗരങ്ങളെക്കാൾ ഗ്രാമങ്ങളെക്കാൾ പിറകോട്ട് പോയ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണെന്ന് എന്നേക്കാൾ കൂടുതൽ നന്നായി അറിയാവുന്ന ആളുകളാണ് നിങ്ങൾ. സ്വാഭാവികമായും അതിനെ മറികടക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ പൊന്നാനിക്കുണ്ട്. അത് പൂർണ്ണമായും കവർന്നെടുത്തുകൊണ്ട് അതിൻ്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും ഒറ്റക്കെട്ടായി വികസന സാധ്യതകൾക്ക് വരുമ്പോൾ, വികസന പദ്ധതികൾ വരുമ്പോൾ, വികസന സാധ്യതകൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനപ്പുറമായി നിന്നുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അത്തരത്തിലുള്ള വികസനം ഈ നാടിനെ, കേരളത്തിന് തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട, വളരെ ചരിത്ര കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ പൊന്നാനി അറിയപ്പെട്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ നയിക്കും. അതിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായ കരങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ കാരുണ്യം എന്നത് ഏറ്റവും ശക്തമായി പറയേണ്ടുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ ഈ കാരുണ്യത്തിന് അറബിയിൽ പറയുന്ന പദം റഹ്മ എന്നാണ്. റഹ്മത്ത്, റഹ്മ എന്ന് പറയാം. ഈ റഹ്മ എന്ന അതേ പദം തന്നെയാണ് ഗർഭപാത്രത്തിനും ഉപയോഗിക്കുന്നത്. ഗർഭപാത്രത്തെക്കുറിച്ച് നമുക്കറിയാം. ഗർഭപാത്രം എന്നത് വളരെ ചെറിയ ഒരു അവയവമാണ്. ഏതാണ്ട് 7.5 സെൻറ്റിമീറ്റർ നീളവും 2.5 സെൻറ്റിമീറ്റർ കനവും 5 സെൻറ്റിമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു അവയവം. പക്ഷേ ഈ അവയവമാണ് ഏതാണ്ട് 4 കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിന് ഇടം നൽകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കനുസരിച്ച് വികസിക്കാൻ കഴിയുന്ന ഒന്ന് എന്നതാണ് ഗർഭപാത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. കാരുണ്യത്തിന് ഒരു പക്ഷേ നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഡെഫിനിഷൻ അതുതന്നെയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന രൂപത്തിൽ സ്വയം പരുവപ്പെടുന്നതിന് പറയുന്ന പേരാണ് കാരുണ്യം എന്നുള്ളത്. ഈ റമദാനിലെ ആദ്യത്തെ ദിവസങ്ങൾ കാരുണ്യത്തിൻ്റേതാകുന്നത് മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വികാസത്തിലേക്ക് മനുഷ്യൻ പരിവർത്തിപ്പിക്കപ്പെടുക എന്നുള്ളത് കൂടിയാണ്. റമദാൻ ആ അർത്ഥത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരു വിശാലമായ ആകാശത്തെ തുറന്നിടുന്ന ഒന്നായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആ അർത്ഥത്തിലുള്ള ആശംസകൾ നേരുന്നു. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി.